കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം യാക്കോബിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ അതേ വാക്യത്തിൽ നിന്ന് തന്നെയാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 10 വാക്യം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. എന്നിട്ട് താൻ പറയുന്നു, ഒരു വടിയോട് കൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ എല്ലാം മഹത്വം അർപ്പിച്ചുകൊണ്ട് യാക്കോബ് സംസാരിക്കുക. എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ മറ്റൊന്നിനും കൊടുക്കാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സീരിയസ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് വന്നിരിക്കുക. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചതായ ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ യാക്കോബ് ദൈവത്തോട് വിലപേശുന്നവനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ തലയണയായി വെച്ചിരുന്ന കല്ല് നാട്ടിയിട്ട് താൻ പറയുന്നു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ, നീ എന്നെ വിശാലമാക്കിയാൽ ഞാൻ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചുകൊള്ളാം. നീ എന്നോടുകൂടി ഇരുന്നാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്നൊക്കെ യാക്കോബ് ദൈവത്തോട് വിലപേശുകയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ദൈവത്തോട് വിലപേശാറുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ദൈവത്തോടുള്ള വിലപേശൽ. ദൈവം ഇന്ന കാര്യം എനിക്ക് ചെയ്താൽ ഞാൻ ഇന്നതുപോലെ ചെയ്തു കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു യഥാർത്ഥ ആത്മീയതയുടെ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയതയുടെ സൂചനയല്ല. അത് ദൈവത്തോട് നമ്മൾ അകന്നു നിൽക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിനു മുമ്പാകെ നമ്മൾ ഒരിക്കലും വിലപേശാൻ പാടില്ല. ഇവിടെ യാക്കോബിനെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ആ അപകടകരമായ ആത്മീയ സ്ഥിതിയിൽ നിന്നും മാറിയിട്ട് ദൈവത്തോട് വിലപേശാതെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ അംഗീകരിച്ചുകൊണ്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ പരമാധികാരിയാണെന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എപ്പോഴും ഒരു വ്യക്തിയുടെ ബന്ധത്തെ നമുക്ക് അളക്കാൻ കഴിയുന്നത് അവൻ്റെ പ്രാർത്ഥനയാണ്. അവന് പ്രാർത്ഥന കുറവാണെങ്കിൽ അതിനർത്ഥം അവന് നല്ലൊരു ബന്ധം ദൈവത്തോടില്ല. ഇനി അഥവാ അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയുടെ വരികളും നമ്മെ വെളിപ്പെടുത്തി തരും. അവൻ ആരാണ്, അവൻ എങ്ങനെയുള്ളവനാണെന്ന് വെളിപ്പെടുത്തി തരും. അതേ കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യാക്കോബ് ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. 2 കൂട്ടമായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ജീവിതത്തെ ദൈവം ഏറ്റവും അനുഗ്രഹിപ്പാനിടയായി തീർന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ യാക്കോബിന് ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹമുണ്ടായത്? കാരണം മറ്റൊന്നുമല്ല, യാക്കോബ് ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ വിലപേശലും അതേപോലെ തന്നെ ചില പാപത്തിൻ്റെ പ്രവൃത്തികളും പാപത്തിൻ്റെതായിട്ടുള്ള ചായ്വുകളും ഒക്കെ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തെ മറികടന്ന് അവൻ പോയിട്ടില്ല. തൻ്റെ ജീവിതത്തിലെ കറക്ഷൻസിന് വേണ്ടി അവൻ ദൈവത്തോട് ആശ്രയിച്ചു. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ദൈവം അവനോടുകൂടി ഇരുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ അപകടങ്ങളെ ഓർത്ത് പ്രയാസപ്പെടേണ്ട, നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെ ഓർത്ത് നമ്മൾ പ്രയാസപ്പെടേണ്ട. അതിനേക്കാൾ ഉപരിയായിട്ട് നാം ദൈവത്തിൽ ശരണപ്പെട്ടാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ സ്ഥിതിഗതികളെ വ്യത്യാസപ്പെടുത്തുന്നതായ ദൈവമാണ്. അത് ഇന്ന് ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന് ആത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ യാക്കോബിനെ പോലെ വിലപേശാതെ, യാക്കോബിനെ പോലെ ദൈവത്തെ ആശ്രയിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ, ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുവാനിടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തോട് വിലപേശുന്നവരും ആത്മീയമായി ഞങ്ങൾ വേണ്ടവണ്ണം പുരോഗമിക്കാത്തവരുമാണ്. പക്ഷേ ഞങ്ങൾ യാക്കോബിനെ പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാനും ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങളെക്കാളും നന്മകളെക്കാളും ഉപരിയായിട്ടുള്ള നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ഞങ്ങളെ അങ്ങ് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.
ഗോഡ് ബ്ലസ് യു ഓൾ.